ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു മിൽക്ക് മെയ്ഡ് റെസിപ്പി ആയാലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനിവിടെ 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റൗവിൻ്റെ മീതെ പാൻ വെച്ചെന്നുള്ളൂ, ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. പാലൊഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കാച്ചാത്ത പാലാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഒന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി പാല് 1.5 കപ്പാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ പകുതി ഭാഗമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ കുറച്ച് പഞ്ചസാര, അതായത് ഒരു 1/2 കപ്പോളം പൊടിച്ച പഞ്ചസാര, കേക്കിന് വേണ്ടി പൊടിച്ചതാണ്. അപ്പോൾ അത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ 1/2 കപ്പ് പൊടിക്കാത്തതും 1/2 കപ്പ് പൊടിച്ചതും കൂടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ 3/4 കപ്പ് പഞ്ചസാര എടുത്താൽ മതി 1.5 കപ്പ് പാലിന്. നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേഞ്ച് വരുത്തുക. എത്രയാണോ പാലെടുക്കുന്നത് അതിൻ്റെ 1/2 ഭാഗം എടുത്താൽ മതി. പിന്നെ എപ്പോഴും മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ വീടുകളിൽ നിന്ന് കിട്ടുന്ന പാൽ വെച്ച് ചെയ്യുന്നത് നല്ലത്. പാക്കറ്റ് പാലിനേക്കാളും ഉഷാറ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നൊക്കെ പാക്കറ്റ് പാലാണ് ചെയ്തിരുന്നത്, പക്ഷേ അതിനേക്കാളും നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാന്, അല്ലെങ്കിൽ ഒരുപാട് പാലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കടായി പോലത്തെ ഒക്കെ എടുത്താൽ മതി. സ്റ്റീലിൻ്റെ പാത്രമൊന്നും എടുക്കാത്ത നല്ല പെട്ടെന്ന് അടിയിൽ പിടിക്കും. കൈ എടുക്കാതെ ഇതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. 4 ഭാഗം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് തെരതെരെ ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരുന്നാൽ പിന്നെ അതൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യുന്നത് ഒരു ഐസ്ക്രീം റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ഇത്ര കുറഞ്ഞ അളവിൽ. അല്ലാതെ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ളതൊന്നല്ല. തണുത്തതിന് ശേഷം ഇപ്പം തന്നെ ഇത് യൂസ് ചെയ്യും. ഇപ്പോൾ പെട്ടെന്നൊക്കെ ഇപ്പോൾ പായസത്തിലേക്കൊക്കെ മിൽക്ക് മെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ പാലില്ലെങ്കിൽ പാൽപ്പൊടി വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ പാൽപ്പൊടി എടുക്കുക, പിന്നെ കുറച്ച് കോൺഫ്ലോർ, പഞ്ചസാര പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് വാം വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ സ്റ്റൗവിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് പായസത്തിലേക്കൊക്കെ അങ്ങനെ ചൂടോടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ, തണുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് പാല് തിക്കാക്കിയിട്ട് എടുക്കുന്നത്. അപ്പം മാത്രമാണ് നമ്മൾ ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടുള്ളൂ. ഇനി പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മിൽക്ക് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിലേക്കും കുറച്ചുകൂടെ കളർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കളറും അതേപോലെ തന്നെ ആ ഒരു ടെക്സ്ചറും കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്കൊരു സാധനം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ തന്നെ ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങുന്ന പോലെ കാണാം. ഇനി കുറച്ച് നേരം ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വരും. ഇപ്പോൾ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ തവി വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ അത് ആവശ്യത്തിനുള്ള തിക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.
അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം.